ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നല്ലേ? ബാംഗ്ലൂരിൽ വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സുപ്രധാന സ്ഥലങ്ങളിൽ ഒന്നായ ബെന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വീക്ക് ഡേയ്സും വീക്കെൻഡിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പ്രൈസിന് മാത്രമല്ല, ആളുകളുടെ വരവിനും നല്ല ക്രൗഡഡ് ആയിരിക്കും നിങ്ങൾ വീക്കെൻഡ് ഡേയ്സിലാണ് വരുന്നതെങ്കിൽ. ഇവിടെ സൂ ഉണ്ട്, സഫാരി ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്കും ബോട്ടിങ്ങും എല്ലാം ഉണ്ട്. സഫാരിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേട്ടോ. നമുക്ക് ബസ്സിൽ പോയിട്ട് നേരിട്ട് കാട്ടിലൂടെ ഇങ്ങനെ മൃഗങ്ങളുടെ അടുത്തൂടെ ഒക്കെ പോയിട്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾക്കൊരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്താലും തീരാത്ത അത്രയും അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഓരോന്നിന്റെയും ടൈമിങ്ങും എൻട്രി ഫീയും താരിഫും എല്ലാം ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ വീക്കെൻഡ് ഡേയ്സിലാണ് വന്നത്. അപ്പം ആഫ്റ്റർനൂൺ നല്ല തിരക്കായിരുന്നു. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ രാവിലെ തന്നെ എത്താൻ നോക്കുക. രാവിലെ ഞങ്ങൾക്ക് അത്രയും തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഫാരി നല്ല ഈസി ആയിട്ട് നടന്നു. ആഫ്റ്റർനൂൺ ആണ് ഞങ്ങൾ സൂലോട്ട് വന്നത്. അപ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു സൂല്. ഇത് നമ്മൾ രാവിലെ എടുത്ത വീഡിയോ ആണ്. ഇവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. തിരക്ക് ഫേസ് ചെയ്യാതെ തന്നെ നന്നായിട്ട് സഫാരിയൊക്കെ പോകാൻ പറ്റി. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ആഫ്റ്റർനൂൺ ഉള്ള ഒരു ക്രൗഡ് എങ്ങനെയുണ്ടെന്ന്. അത് നിങ്ങൾ ഫസ്റ്റിൽ കണ്ട ആ ഒരു ക്ലിപ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ബസ് എടുത്തു ഗൈസ്. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള മൃഗങ്ങളെ നേരിട്ട് കാണാൻ പോവാണ്. ആരൊക്കെ കാണും, ഫസ്റ്റ് ആരെ കാണുന്നുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതാ വന്ന് നമ്മുടെ ആനക്കുട്ടികളെ തന്നെയാണ് കേട്ടോ ആദ്യം കണ്ടിരിക്കുന്നത്. നമ്മളുടെയും ഇവരുടെയും സംസ്ഥാന മൃഗമായിട്ടുള്ള ആനയെ തന്നെ കണ്ട് നമുക്ക് തുടങ്ങാം. ഞങ്ങളും ഷിങ്കു ആൻഡ് മോം യൂട്യൂബ് ചാനൽ ഫാമിലിയും ഒരുമിച്ചാണ് കേട്ടോ വന്നത്. ഞങ്ങളുടെ കൂടെ അവരും ഉണ്ട്. ആനകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടെ ഒരു കൂട്ടം ആനകളാണ്. നല്ല രസമാണ് ഇവരെ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യമാണെങ്കിൽ ഇങ്ങനെ ബസ്സിൽ കയറിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷെ കുറച്ച് ഇങ്ങോട്ട് എത്തി ഓരോ അനിമൽസിനെയും കാണാൻ തുടങ്ങിയപ്പോൾ ആളാകെ മാറിയിട്ടോ. എല്ലാ ബസ്സും ഇങ്ങനെ എന്താ പറയുക മുഴുവനായിട്ടും കവേർഡാണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. എങ്കിലും സേഫ്റ്റി ആണല്ലോ മുഖ്യം. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ ആണെങ്കിലും നല്ലൊരു ഡ്രൈവറാണ് ഞങ്ങൾക്കും കിട്ടിയത്. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെയായിരിക്കും. അവർ എല്ലാ മൃഗങ്ങളുടെ അടുത്തും എത്തുമ്പോഴും നമ്മളെ കാണുന്ന രീതിയിലും വീഡിയോ എടുക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി മൂവ് ചെയ്തിട്ടൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കയറിയ ബസ്സിൽ വെച്ചാൽ ആനിമൽസിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ആ സ്പോട്ടിലേക്ക് ഒരുമിച്ചെത്തുകയും ഞങ്ങളിങ്ങനെ ആർപ്പൊഴിച്ച് ഒച്ചപ്പാടാക്കി നിൽക്കുകയും ചെയ്യണം. അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞോ ഫോട്ടോ എടുത്തു കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഡ്രൈവർ പറയും എല്ലാവരും സീറ്റിൽ പോയിരിക്കും, എല്ലാവരും പോയിരിക്കുമെന്ന് പറയും കേട്ടോ. Kita. 4.
साउंड पड़ा था ജംഗിൾ സഫാരി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിലാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ആണ് ഞങ്ങൾ സൂ വിസിറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഓരോന്നും ഓരോ പാർട്ടായിട്ടാണ് വീഡിയോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് കേട്ടോ. ഇത് ശരിക്കും ആഫ്റ്റർനൂൺ ആണ്. ഞങ്ങൾ ജംഗിൾ സഫാരി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും പാർക്കിംഗ് ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ പക്ഷേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ പാർക്ക് ചെയ്യാനും ഒക്കെ. ഓരോ വെഹിക്കിളിൻ്റെ ചാർജും എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.